ബഹിരാകാശ യാത്രികരുടെ രക്ഷകൻ മുത്തുച്ചിപ്പികൾ എങ്ങനെ ബഹിരാകാശ നിലയത്തെ മാറ്റിയെഴുതും? ലോകത്തെ, അതായത് ശാസ്ത്രലോകം ലക്ഷ്യമിടുന്നത് എന്താണ്? ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാവി നിർണ്ണയിക്കാൻ ശാസ്ത്രലോകം ഇപ്പോൾ നോട്ടം തിരിച്ചിരിക്കുന്നത് ഭൂമിയിലെ സമുദ്രങ്ങളിലേക്കാണ്. ദീർഘകാല ബഹിരാകാശ യാത്രകളിൽ യാത്രികർക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധജലവും ഓക്സിജനും എത്തിക്കുക എന്ന വലിയ ഒരു വെല്ലുവിളിക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പരിഹാരം തേടുകയാണ് പെൻസിൽവാനിയയിലെ ഹാരിസ്ബർഗ് സർവകലാശാലയിലെയും മോണോലിത്ത് സ്പേസ് എന്ന സ്വകാര്യ കമ്പനിയിലെയും ഗവേഷകർ മുത്തുച്ചിപ്പികളും അതേപോലെ തന്നെ മറ്റ് ജലജീവികളും ഉൾപ്പെടുന്ന ഒരു ബയോജനറേറ്റീവ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ബഹിരാകാശത്ത് സ്ഥാപിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിലാണ് ഇപ്പോൾ ഈ സംഘം. ബഹിരാകാശത്ത് മുത്തുച്ചിപ്പികളെ വളർത്തുക എന്നത് കേവലം ഒരു കൗതുകമല്ല, മറിച്ച് ബഹിരാകാശ നിലയങ്ങളിലെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമാണ്. മുത്തുച്ചിപ്പികൾ സ്വാഭാവിക ജല ശുദ്ധീകരണത്തിന് സഹായിക്കുന്ന ജീവികളാണ്. ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയ്ക്കായിട്ട് വായു പുനരുജ്ജീവനത്തിനും ജല പുനരുപയോഗത്തിനും ഈ ജീവികളുടെ സാന്നിധ്യം നിർണായകവുമെന്ന് ഗവേഷകർ കരുതുന്നുമുണ്ട്. ഹൈഡ്രോപോണിക്സ് അഥവാ വെള്ളത്തിൽ വളരുന്ന സസ്യരീതികൾക്ക് പുറമെ സമുദ്രജീവികളെ കൂടി ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത് ഭക്ഷണ സുരക്ഷയ്ക്കും പോഷണത്തിനും വലിയൊരു ഗുണം ചെയ്യുമെന്നുള്ളതാണ്. മോണോലിത്ത് സ്ഥാപകനായിട്ടുള്ള ജേക്കബ് സ്കോസിമറയുടെ അഭിപ്രായത്തിൽ മുത്തുച്ചിപ്പികൾ ഇതുവരെ ബഹിരാകാശത്ത് പരിരക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ജീവിവർഗമാണ്. ബഹിരാകാശ നിലയങ്ങളിൽ ഇതിനായിട്ട് പ്രത്യേക തരത്തിലുള്ള സൗകര്യങ്ങളില്ലാത്തതാണ് പ്രധാന തടസ്സമെന്ന് പറയുന്നത്. 2012 വരെ ISSൽ ചെറിയൊരു ജല ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിലും അത് പരിമിതമായിട്ടുള്ള ഫിൻഫിഷുകളെ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. സമുദ്രജീവികളുടെ സങ്കീർണമായിട്ടുള്ള ആവാസ വ്യവസ്ഥയെ ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഒരു സംവിധാനം ബഹിരാകാശ നിലയങ്ങളിൽ ഇനിയും ഒരുക്കേണ്ടതുണ്ട്. ഈ ഒരു കുറവ് നികത്താൻ വേണ്ടി തന്നെ ഹാരിസ്ബർഗ് സർവകലാശാലയും മോണോലിത്തും ചേർന്ന് സമുദ്രജീവികൾക്കായിട്ട് ഒരു ക്ലോസ്ഡ് ലൂപ്പ് അക്വാകൾച്ചർ സിസ്റ്റം പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ബഹിരാകാശ യാത്രയുടെ കാഠിന്യത്തെ അതിജീവിക്കാൻ പാകത്തിലുള്ള ഈ ഒരു സംവിധാനം നാസയുടെ സാങ്കേതിക സന്നദ്ധത മാനദണ്ഡങ്ങളുടെ ഭാഗവുമാണ്. ഈ വർഷം ഏപ്രിലിൽ സർവകലാശാല ക്യാമ്പസിൽ ഇതിൻ്റെ ഒരു ആദ്യ പ്രദർശനം നടന്നിരുന്നു. നിലവിലെ വാഷിങ്ടൺ ഡിസിസിലെ ഈ പറഞ്ഞ മോണോലിത്ത് ഓഫീസിൽ ഈ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെന്നും മുത്തുച്ചിപ്പികളെ നിരീക്ഷിച്ചു വരികയാണെന്നും ഗവേഷകർ അറിയിച്ചിട്ടുമുണ്ട്. ബഹിരാകാശത്ത് സൂക്ഷ്മജീവികളെയും മനുഷ്യന്മാരെയും അതേപോലെ തന്നെ സസ്യങ്ങളെയും കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ജലജീവികളുടെ ജീവശാസ്ത്രം അത്രയൊന്നും പഠിക്കപ്പെട്ടിട്ടില്ല. ബഹിരാകാശ നിലയങ്ങളിലെ പരിമിതികൾക്കുള്ളിൽ ഇത്തരം പരീക്ഷണങ്ങൾ നടത്താൻ സാങ്കേതിക വിദ്യകൾ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നാസയുടെ വിദഗ്ധരുമായിട്ട് സഹകരിച്ച് ഭാവിയിലെ വാണിജ്യ ബഹിരാകാശ നിലയങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സംവിധാനം രൂപകൽപ്പന ചെയ്യുന്നത്. ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ നാസ നടത്തുന്ന ആർട്ടമിസ് പ്രോഗ്രാമിന് ഈ ഒരു ഗവേഷണം വലിയ സഹായകരമാകും. ദീർഘകാലത്തേക്ക് ബഹിരാകാശത്ത് തങ്ങുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, സുസ്ഥിരമായിട്ടുള്ള പോഷണം എന്നിവ ഉറപ്പാക്കാൻ ഇത്തരം ബയോജനറേറ്റീവ് സിസ്റ്റങ്ങൾ അത്യാവശ്യമാണ്. ചൊവ്വയിലേക്കുള്ള മനുഷ്യയാത്രയെ ലക്ഷ്യം വെച്ചിട്ടുള്ള നാസയുടെ മുൻഗണനാ പട്ടികയിൽ ബഹിരാകാശ ഭക്ഷണവും പോഷണവും ഇടം പിടിച്ചിട്ടുണ്ടെന്നത് ഈ പരീക്ഷണത്തിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ 100,000 വർഷങ്ങളായിട്ട് മനുഷ്യൻ ഭക്ഷണമായിട്ട് ആശ്രയിക്കുന്ന മുത്തുച്ചിപ്പികൾക്ക് ബഹിരാകാശത്ത് ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയിട്ടുള്ള പുരാവസ്തു തെളിവുകൾ മനുഷ്യനും ഈ പറഞ്ഞ ജലജീവികളും തമ്മിലുള്ള ബന്ധത്തിന് ആഴമേറിയ ഒരു ചരിത്രമുണ്ടെന്ന് കാണിക്കുന്നു. ഭൂമിയിൽ നമ്മളെ ഊട്ടുന്ന സമുദ്ര വിഭവങ്ങൾ ഇനി ബഹിരാകാശ യാത്രക്കാരുടെ, അതായത് നിലനിൽപ്പിനും കാവലാളാകുമോ എന്നതാണ് ശാസ്ത്രം ഉറ്റുനോക്കുന്നത്. മാക്സിമം ഇനി വരാനിരിക്കുന്ന ദൗത്യങ്ങളിൽ ഒരു ചെറിയ പരീക്ഷണം ISSലേക്ക് അയക്കാനാണ് ഗവേഷകരുടെ ഒരു പദ്ധതി തന്നെ. ഇത് സാങ്കേതികമായിട്ട് വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും ബഹിരാകാശ ജൈവശാസ്ത്രത്തിലെ അജ്ഞാതമായിട്ടുള്ള മേഖലകളിലേക്ക് ഒരു വെളിച്ചം വീശാൻ ഈ ഒരു ഓയിസ്റ്റർ പദ്ധതിക്ക് സാധിക്കുമെന്നുള്ളതാണ്. ആകാശത്ത് മുത്തുച്ചിപ്പികൾ വിരിയുന്ന ആ ദിവസം ബഹിരാകാശ ഗവേഷണം ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായമായിട്ട് മാറും എന്നതിൽ യാതൊരുവിധ സംശയവും